ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 190. പൗലോസിന് വളരെ സന്തോഷം പകർന്നത് തനിക്ക് ചുറ്റും ഇപ്പോൾ താൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടർ ചേർന്ന് നിൽപ്പുണ്ട്. അത് പൗലോസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ ഒന്ന് തന്നെയാണ്. അവരിൽ ചിലർ മക്കോദോന്യയിലും ഇല്ലൂയയിലും പൗലോസിനോടൊപ്പം സഞ്ചരിച്ച് ഇപ്പോൾ ഇവിടെ ഈ കൊരിന്തിൽ എത്തിയവരുമാണ്. പൗലോസിൻ്റെ ആത്മീക മകനും ആജീവനാന്ത സുഹൃത്തുമായ തിമോത്തിയോസാണ് പ്രധാനി. അതോടൊപ്പം തൊർന്നോസിൻ്റെ പാഠശാലയിൽ വെച്ച് നേടിയെടുത്ത പ്രിയ സഹോദരൻ തെഹിക്കോസ്, അതുപോലെ ആദ്യ യാത്രയിൽ ദർബയിൽ നിന്ന് ലഭിച്ച ഗായോസ്, ഇവരെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. കൂടാതെ തെസ്സലോനിക്കയിൽ നിന്നുള്ള 3 പേർ ഇപ്പോൾ പൗലോസിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. അവ ചർച്ചക്കാരനായ യാസോനും അരിസ്തർഹോസും സുക്കുന്തോസും എന്നിവരും കൂടിയാണ്. കൂടാതെ ബെറോവയിൽ നിന്നുള്ള സോപത്രോസും എഫെസോസിൽ നിന്നുള്ള ത്രോഫിമോസ് ആണ് മറ്റൊരാൾ. ഇങ്ങനെ കൊരിന്തിൽ തന്നെ പൗലോസ് ഫോർത്തനാത്തോസ്, അഖൈക്കോസ് എന്നിവരോടൊപ്പം ചേർന്ന ഒരു വലിയൊരു കൂട്ടം. മാത്രമല്ല, നല്ല വടിവുള്ള അക്ഷരത്തിൽ എഴുതുവാൻ കഴിവുള്ള തൻ്റെ നല്ല സഹോദരനായ തെർത്തോസ്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനായ കൊർത്തോസ് എന്നിവരും ഉണ്ടായിരുന്നു. ഈ തെർത്തോസ് എന്നതിന് 3-ാമനെന്നും കൊർത്തോസ് എന്നതിന് 4-ാമനെന്നുമാണ്. അവർ സഹോദരന്മാരായിരുന്നു. പൗലോസിൻ്റെ 3 മാസക്കാലത്തെ കൊരിന്തിലെ വാസം കൊരിന്ത് സഭയ്ക്കെല്ലാം ശുഭമായി പര്യവസാനിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല, യെരുശലേം സഭയ്ക്കുള്ള ധനസഹായ കാര്യത്തിൽ അവർ കാര്യമായി സഹകരിക്കുകയുമുണ്ടായി. ഇങ്ങനെ ഹൃദ്യമായ കൂട്ടായ്മയുടെയും ഭക്തിമയമായ ആരാധനയുടെയും അനുഭൂതികൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ 3 മാസക്കാലം ആ സഭയ്ക്കും പൗലോസും ലഭിച്ചത്. സ്പെയിൻ വരെ പോയി സുവിശേഷം അറിയിക്കുവാനുള്ള ആഗ്രഹത്തിന് ഒരു പ്രായോഗിക പദ്ധതി ഉണ്ടാക്കുവാനുള്ള മാനസികാവസ്ഥ ഇങ്ങനെ പൗലോസിന് ലഭിച്ചു. അതെ, ഒരു അനുകൂല സാഹചര്യം എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ പൗലോസ് കെംക്രയ സഭ സന്ദർശിക്കുവാൻ കൂടി തീരുമാനമെടുത്തു. കെംക്രയ സഭയിൽ നിന്നൊരു താല്പര്യമുള്ള വാർത്ത കൂടി കേൾക്കുവാനിടയായി. അത് സഭയിലെ ശുശ്രൂഷക്കാരത്തിയും ധനികയുമായ ഫ്രേബ എന്ന ഒരു മാന്യ സഹോദരി ചില സ്വകാര്യ ആവശ്യങ്ങളുമായിട്ട് റോമിലേക്ക് പോകുന്ന വാർത്തയാണ് പൗലോസ് കേൾക്കുന്നത്. ഫേബയുടെ ഈ യാത്ര പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എത്ര ആനന്ദമായി എന്നുള്ളതിന് കാരണം, യെരുശലേം സഭയ്ക്ക് വേണ്ടി സമാഹരിച്ച സഹായനിധി അതിലേക്ക് സംഭാവന ചെയ്ത സഭകളുടെ പ്രതിനിധികളുമായിട്ട് ചേർന്ന് യെരുശലേമിൽ എത്തിച്ചിട്ട് റോമിലേക്ക് പോകണം എന്നതാണ് പൗലോസിൻ്റെ പദ്ധതി. അവിടെ നിന്നും സ്പെയിനിലേക്കും. ഈ റോമായാത്ര വെറുമൊരു സന്ദർശനമാക്കാനല്ല പൗലോസിൻ്റെ പദ്ധതി. റോമിലെ വിശ്വാസികളുടെ ആത്മീക സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും അവർക്ക് നൽകുവാൻ സാധിച്ചിരിക്കണം. അത് റോമർ 1:11 പറയുന്ന പ്രകാരം. അത് ഫലപ്രദമാകണമെങ്കിൽ ക്രിസ്തീയ സുവിശേഷത്തെപ്പറ്റി ക്രമബദ്ധമായ ഒരു അറിവ് ഇവർക്കുണ്ടാകണം. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള ഒരു പ്രബന്ധം എഴുതി മുൻകൂറായി റോമിൽ എത്തിക്കണമെന്ന് പൗലോസ് തീരുമാനിച്ചു. അത് കൊണ്ടുപോകുവാൻ ഇപ്പോൾ ഒരു അവസരം, അതെ, ഫേബ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഗായോസിൻ്റെ വീട്ടിൽ മടങ്ങിയെത്തിയ പൗലോസ് സഹോദരനായ തെർത്തോസിനെ വിളിച്ച് ലേഖനമെഴുതുന്ന കാര്യം അറിയിച്ചു. സമർത്ഥനായ ആ എഴുത്തുകാരൻ അപ്പോസ്തലൻ്റെ അളന്നുകുറിച്ചുള്ള വാചകങ്ങൾ പേപ്പറസിൽ പകർത്തി. പൗലോസ് ഇതുവരെ എഴുതിയ എഴുത്തുകൾ പോലെ വളരെ വേഗത്തിലായിരുന്നില്ല, പിന്നെയോ വളരെ ചിന്തിച്ചും അവധാനപൂർവ്വമാണ് റോമർക്കുള്ള ലേഖനം പൗലോസ് എഴുതിയത്. ഫേബ എന്ന പേരിൻ്റെ അർത്ഥം പ്രഭാവതി എന്നാണ്. സഭയിൽ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കായികമായ പല ശുശ്രൂഷകളുമുണ്ടായിരുന്നു. അതിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരു മഹതിയായിരുന്നു ഫേബ. റോമിലേക്ക് അവർ പോകുന്നത് വ്യക്തിപരമായ ചില കാര്യത്തിനു വേണ്ടി അഥവാ ബിസിനസ്സിന് വേണ്ടിയായിരുന്നു. അതായത് ഏതോ നിയമസ്വഭാവമുള്ള കാര്യത്തിനു വേണ്ടി തന്നെ. കാണുക റോമർ 16:2. സ്ത്രീകളുടെ ശുശ്രൂഷയെപ്പറ്റി പൗലോസ് സഭയെ പഠിപ്പിച്ചിരുന്നുള്ളതും നമുക്കറിയാം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.